കഴിഞ്ഞ ദിവസം മുതൽ മോഹൻലാൽ ആരാധകരെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാലിന്റേതായി ഇറങ്ങിയ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നു എന്നത്. ഇത് പ്രേക്ഷകരെ വല്ലാതെ അങ്ങ് ഞെട്ടിച്ചു. കാരണം ഇങ്ങനെയൊരു സൂചന വരുമ്പോൾ ഇതെന്താണ് ഈ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം എന്നതാണ്. കാരണം ആദ്യ ഭാഗം തന്നെ വലിയ രീതിയിൽ ഹിറ്റൊന്നും അടിച്ച ചിത്രമല്ല. ആ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം വരുന്നു എന്ന് പറഞ്ഞാലോ അതാണ് പ്രേക്ഷകരെ വല്ലാതെ ഞെട്ടിച്ചത്. രണ്ടാം ഭാഗം ഇറങ്ങുമോ എന്നത് ഇപ്പോൾ സിനിമാ രംഗത്ത് സ്ഥിരം ചോദ്യമാണ്. ചെറു ചിത്രങ്ങൾ മുതൽ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ വരെ രണ്ടാം ഭാഗത്തിലേക്ക് ലീഡ് ഇട്ടാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഉപഭോക്താവ് നടത്തിയ രണ്ടാം ഭാഗ പ്രഖ്യാപനത്തിന് അപ്പോൾ തന്നെ മറുപടി കൊടുത്ത നിർമ്മാതാവിന്റെ നടപടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. എന്തായാലും നിർമ്മാതാവ് അതിന് കിടിലൻ ഒരു മറുപടി കൊടുത്തു എന്നതാണ് കാണാവുന്നത്. കുറെ പേരൊക്കെ രണ്ടാം ഭാഗം വരുന്നു എന്നത് വിശ്വസിച്ച് നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പടച്ചുവിടുന്നുണ്ട്. കൂടുതലും പടച്ചുവിട്ടത് മോഹൻലാൽ ഫാൻസ് അല്ല, മോഹൻലാൽ ഹേറ്റേഴ്സ് ആണ്. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 2014 ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ നായകനെത്തിയ കോമഡി ചിത്രം പെരിച്ചാഴിയുടെ രണ്ടാം ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ ഒരാൾ പ്രഖ്യാപിച്ചത്. ഉടൻ തന്നെ ചിത്രത്തിന്റെ നിർമ്മാതാവ് വിജയ് ബാബു അതിനെ എതിർത്ത് രംഗത്തെത്തി. സിനിഫൈൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിലാണ് ഈ സംഭവം നടന്നത്. വിമൽ ബേബി എന്നയാൾ ഗ്രൂപ്പിൽ ഒരു പ്രധാന അപ്ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടത്. പെരിച്ചാഴി 2 വരുന്നുണ്ട്. സ്ക്രിപ്റ്റ് മോഹൻലാലിന് ഇഷ്ടപ്പെട്ടുവെന്നും ഷൂട്ടിംഗ് 2025 മാർച്ച് ഏപ്രിലോടെ തുടങ്ങും. മുകേഷും ഉണ്ട് കൂടെ. 2025 ക്രിസ്മസ് റിലീസായിരിക്കും പെരിച്ചാഴി 2 എന്നാണ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ചിത്രം നിർമ്മിച്ച ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ മേധാവിയും നടനുമായ വിജയ് ബാബു രംഗത്തെത്തി. ഇത്തരം ഫേക്ക് അപ്ഡേറ്റിന്റെ കാര്യം എന്താണ് വിമൽ? ഞാനാണ് പെരിച്ചാഴിയുടെ റൈറ്റ് ഹോൾഡർ എന്നാണ് വിജയ് ബാബു മറുപടി നൽകിയത്. അരുൺ വൈദ്യനാഥൻ രജനിയും സംവിധാനം നിർമ്മിച്ച പെരിച്ചാഴി നിർമ്മിച്ചത് ഫ്രൈഡേ ഫിലിം ഹൗസ് ആയിരുന്നു. മോഹൻലാലും മുകേഷും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ അജു വർഗീസ്, രാഗിണി നന്ദുനി, ആൻഡ്രിയ ജെർമിയ, വിജയ് ബാബു, ബാബുരാജ് എന്നിവരാണ്. 2014 ഓഗസ്റ്റ് 29 ചിത്രം പുറത്തിറങ്ങിയത്. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കഥയാണ് ചിത്രം പറഞ്ഞത്. എന്തായാലും വിജയ് ബാബു ഇതൊക്കെ പറഞ്ഞതറിയാതെ നിരവധി പേർ ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന് പറഞ്ഞുള്ള പോസ്റ്റുകളുമായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഈ പറയുന്നവരൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യും. ഇതൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എന്നാൽ മോഹൻലാലിന്റേതായി നിരവധി ഗംഭീര ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നത്. അതൊന്നും ഫേക്ക് അല്ല എന്നതാണ് മറ്റൊരു കാര്യം. കാരണം അങ്ങനെയുള്ള ചർച്ചകൾ മോഹൻലാലിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്ന സൂചനകൾ തന്നെയാണ് വലിയ വാർത്തകളായി വരുന്നതും. കാരണം അടുത്തിടെയാണ് മോഹൻലാലിന്റെ ഒരു സിനിമ കൃഷാന്ത് എന്ന സംവിധായകൻ ഒരുക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇത് പലരും ഫേക്ക് ആണെന്ന് പറഞ്ഞെങ്കിലും കൃഷാന്ത് തന്നെ ഇതിനൊരു വ്യക്തത വരുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു കഴിഞ്ഞു. കൃഷാന്ത് പറയുന്നത് താൻ പിച്ച് ചെയ്തിരിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ പ്രോജക്റ്റുകളെ കുറിച്ചാണ്. അതിൽ ഒരു പ്രോജക്റ്റ് അത് പ്രൊസീഡ് ചെയ്യാനുള്ള ഹൈ ചാൻസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് കൃഷാന്ത് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ആരുടെ പ്രോജക്റ്റ് ആണെന്ന് കൃഷാന്ത് വ്യക്തമാക്കിയിട്ടില്ല. കൃഷാന്ത് ഒരുക്കാൻ പോകുന്ന മോഹൻലാലിന്റെ സിനിമയാണ് ഏറ്റവും ലേറ്റസ്റ്റായി വന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് മണിയൻപിള്ള രാജു ആണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ന്യൂസിലാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തും ഈ അടുത്തിടയ്ക്ക്. അതുകൊണ്ട് തന്നെ പറയാം, മോഹൻലാലുമായിട്ടുള്ള കൃഷാന്തിന്റെ സിനിമ തന്നെയായിരിക്കും ഏറ്റവും ഹൈ ചാൻസ് ഉള്ളത് സിനിമയായി ഉടനെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യത. ഇങ്ങനെ നിരവധി അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. കൂടുതലും നമ്മുടെ ഇടയിൽ വാർത്തകളായി വരുന്നത് നടക്കാൻ സാധ്യതയുള്ള സിനിമകളെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ ചില സിനിമകളുടെ റിപ്പോർട്ടുകൾ ഫേക്കായും ഒറിജിനലായും ഒക്കെ വരുന്നുണ്ട്. അതിലേതാണ് ഒറിജിനൽ എന്നാണ് തിരിച്ചറിയേണ്ടതും.